ഇനി ശരിക്കും അത് കിട്ടാതിരുന്നാലോ? അതിന് കിട്ടുമെന്ന് തോന്നുന്നില്ല. എനിക്കിതെല്ലാം ഗുലാബിനോട് പറയേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഈ പാദസരയില്ലെങ്കിൽ പിന്നെ കേക്കണ്ടല്ലോ നിന്റെ ചിൽച്ച്. അയ്യോ, ഒന്ന് വേഗം ഫോൺ എടുത്തേ. ഈ ചെറുക്കൻ എന്താ ഫോൺ എടുക്കാത്തെ? ഹലോ ഹലോ, അതെ, എന്റെ പാദസരം എവിടെയോ കളഞ്ഞുപോയി. ഞാൻ വണ്ടിയിലിരുന്നപ്പോ അവിടെ തന്നെ ഉണ്ടായിരുന്നു, പിന്നെ കാണുന്നില്ല. നീ കണ്ടായിരുന്നോ? അത് ഞാൻ തീയിലിട്ടിരിക്കാം. ഒരു പെൺകുട്ടിയുടെ പാദസരത്തിന് വരെ നിന്റെ ബ്രഹ്മചര്യത്തിന് ദഹിപ്പിക്കാൻ പറ്റുമോ? നീ എന്നെ എത്ര വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടിട്ടിരിക്കുന്നെന്ന് അറിയോ? നീയേ കരുണയില്ലാത്ത ബ്രഹ്മചാരിയ. ഒരു പെൺകുട്ടിയുടെ വിഷമം പോലും മനസ്സിലാവില്ല. ഇത് തന്നെയാ നല്ലത്. അത് ഇവിടെ തന്നെ കിടക്കട്ടെ. അയ്യോ, മുത്തശ്ശി എങ്ങനെ അച്ഛനോട് പറഞ്ഞ ഞാൻ ഇനി എന്ത് ചെയ്യും? അതിനു മുമ്പ് അച്ഛനോടുള്ള കാര്യം പറയുന്നതാ നല്ലത്. ആ ഭീകരനായ ബ്രഹ്മചാരി എല്ലാം എടുത്തെന്ന്. പക്ഷേ അച്ഛൻ എന്നെ വിശ്വസിച്ചില്ലെങ്കിലോ? എന്തൊരു പുലിവാല ഞാൻ പിടിച്ചേ. ഞാൻ ഇനി എന്ത് ചെയ്യും? അയ്യോ, എന്താ? നീയോ? ഇത് ആരുടെ പാദസരമായിരിക്കും? ഇത് ശരിക്കും സെയിം ടു സെയിം ആണല്ലോ. നീ പാദസരത്തിന് വേണ്ടി വിഷമിക്കായിരുന്നില്ലേ? ഞാൻ നിനക്ക് വേണ്ടി നിന്റെ മെസ്സേജ് ഞാൻ ഫോണിൽ കണ്ടതേ ഉള്ളൂ. അപ്പൊ തന്നെ ചെന്ന് എന്റെ ഫ്രണ്ടിന്റെ കട തുറപ്പിച്ചു. എന്നിട്ട് തപ്പി എടുത്തോണ്ട് വന്നതാ. ഒരു നിഴൽ പോലെ എപ്പോഴും കൂടെ കാണും. നീ വീണ്ടും കള്ളം പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കാൻ. റോഹൻ, ഇതെല്ലാം ഓക്കെ, പക്ഷെ നീ ഇതുവരെ വരണ്ടായിരുന്നു. നോക്ക്, എനിക്ക് ഇനി അച്ഛനോട് കള്ളം പറയാൻ പറ്റില്ല. അതിനിപ്പോ നമ്മുടെ ബന്ധത്തെ കുറിച്ചായാലും ശരി. കൂടാതെ 2 മിനിറ്റ് പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ലെന്ന് നിനക്കറിയാലോ. ആ നാശം പിടിച്ച ബോഡി ഗാർഡ് കാരണം നമ്മൾ കണ്ടിട്ട് ഇപ്പൊ തന്നെ 2 ദിവസമായി. ഈ 2 ദിവസം കൊണ്ട് ഒരു കാര്യം മനസ്സിലായി. ഇനി നമ്മളിങ്ങനെ വൈകിക്കാൻ പാടില്ല. ഞാൻ നാളെ തന്നെ എന്റെ അച്ഛനോടും അമ്മയോടും എല്ലാം പറയുമ്പോൾ നീയും അതുപോലെ ചെയ്യണം. ശരിക്കും? ശരി, നാളെ വൈകുന്നേരം അച്ഛൻ ഡൽഹിയിൽ നിന്ന് എത്തും. നാളെ വൈകിട്ട് പ്ലേ ഉള്ളതല്ലേ, എല്ലാം കഴിഞ്ഞ് അച്ഛൻ സ്വസ്ഥമായിരിക്കുന്ന സമയം ഞാൻ പറയും. എന്നാലേ നീ വേഗം പൊക്കോ. ആരെങ്കിലും കണ്ടാ പിന്നെ പ്രശ്നമാവും. പൊക്കോ പൊക്കോ. ഈ നേരത്തെ വീടിന് പുറത്ത് നീ എന്തെടുക്കാൻ പോയതാ? എന്താ ഇത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇതെന്താണെന്ന്? പാദസരം. പാദസരം പുറത്തുനിന്ന് കിട്ടി. ഇത് നിനക്ക് വീടിന് പുറത്ത് കിടന്ന് കിട്ടിയതാണോ അതോ അവൻ എടുത്തോണ്ട് പോയതാണോ? അവന്റെ അടുത്ത് ചെന്നിട്ടാണല്ലോ ഈ വീടിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ കളഞ്ഞു കുളിച്ചത്. അയ്യോ അല്ല മുത്തശ്ശി. മരിച്ചു മോളി നിൽക്കുന്ന അമ്മയെ വിളിച്ച് സത്യം ചെയ്. അവളെയല്ലേ നീ നിന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത്. ഇത് നിനക്ക് ശരിക്കും വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് കിട്ടിയതാണോ? എന്താ മുത്തശ്ശി? ഒരു പാദസരത്തിന്റെ പേരും പറഞ്ഞ് ആ പാവത്തിനെ ഇങ്ങനെ പേടിപ്പിക്കണോ? മുത്തശ്ശി, അവളെ നിങ്ങളുടെ പേരക്കുട്ടി തന്നെയല്ലേ? കൊച്ചുമോളാ മോനെ, നിന്നെ പോലെ കൊച്ചുമകനല്ല. നാട്ടുകാരെന്ന് പേടിയില്ലെങ്കിലും എനിക്കിവളുടെ വിധിയെ കുറിച്ച് പേടിയുണ്ട്. കാരണം ഇവളുടെ ഓടിപ്പോയ തള്ളയെ പോലെ അതേ വഴി സ്വീകരിച്ചാലോ? രാമ 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 രാമ.